നമസ്കാരം. വളരെ പഴയ ഒരു സുഭാഷിതമുണ്ട്. ഒരു സേവകൻ തൻ്റെ രാജാവിനെ പരിചരിക്കുമ്പോൾ അയാൾ ശ്രദ്ധിക്കേണ്ട സംഗതികളാണ് അതിൽ പറയുന്നത്. രാജസേവനത്തിൽ 3 വിധം തെറ്റുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നാണ് വ്യക്തമാകുന്നത്. ഒന്നാമത്, സന്ദർഭത്തിന് മുമ്പ് സംസാരിക്കുക അഥവാ എടുത്തുചാട്ടം. രണ്ടാമത്, യഥാസമയം മറുപടി പറയാതിരിക്കുക അഥവാ സന്ദേഹം. മൂന്നാമത്, രാജാവിൻ്റെ മുഖഭാവം ശ്രദ്ധിക്കാതെ പ്രവർത്തിക്കുക അഥവാ അന്ധത. ഈശ്വര മനുഷ്യ ബന്ധങ്ങളിൽ ഈ 3 കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് ആചാര്യന്മാർ പറയുന്നു. തിരുവെഴുത്തിൽ നാം ഇങ്ങനെ കാണുന്നു: ക്രിസ്തുവിനോടൊപ്പം നടന്ന കാലത്ത് എത്ര വട്ടമാണ് ശിമോൻ പത്രോസ് തിടുക്കം കാട്ടി ഓരോരോ അബദ്ധങ്ങൾ പറയുന്നത്. കേൾപ്പാൻ വേഗവും സംസാരിക്കാൻ താമസവും വേണമെന്ന് പിൽക്കാലത്ത് മറ്റൊരു ശിഷ്യൻ തന്നെ ഈ കാര്യത്തെക്കുറിച്ച് സ്പഷ്ടമായി പറഞ്ഞുറപ്പിക്കുന്നുണ്ട്. തക്ക സമയത്ത് പറയുന്ന വാക്ക് വെള്ളിത്താലത്തിൽ പൊന്നാരങ്ങ പോലെ എന്നാണ് ജ്ഞാനിയായവൻ പറയുന്നത്. നോമ്പെന്ന മൗനം ഉത്തമവും ഉചിതവുമായ വാക്കുകളെ ഉള്ളിൽ ഗർഭം ധരിക്കുന്ന കാലമാകണം പ്രിയരെ. രണ്ടാമത്തേത് ഒരു മന്ദതയുടെ സൂചനയാണ്. യഥാവിധമുള്ള പ്രതികരണങ്ങൾ സാധ്യമാക്കാതെ കുറ്റകരമായ അലസതയുടെ ഭാവം. ശരിക്കും നമ്മുടെ ഈ ലോകത്തിലെ പ്രതിച്ഛായയെ ബാധിക്കുമോ എന്ന ആശങ്കയിൽ എത്രയോ വട്ടം നാം സത്യത്തിന് നേരെ കണ്ണടച്ചിട്ടുണ്ട്, നീതിബോധത്തെ തമസ്കരിച്ചിട്ടുണ്ട്. അലസത ലേശം ബാധിച്ചാൽ അശുഭ വഴികൾ തൊട്ടടുത്താണ് എന്ന് വിസ്മരിക്കരുത്. അവസാനമായി ഒരു പ്രത്യേകതരം അന്ധതയെക്കുറിച്ചാണ് പറഞ്ഞത്. യജമാനന്റെ മുഖഭാവം കാണാതെയുള്ള പ്രവൃത്തിയിലേക്ക് നയിക്കുന്ന ഒരു തരം അന്ധത. ഗുരുവിന്റെ മനസ്സറിയാതെ എങ്ങനെയാണ് നമുക്ക് ശരിക്കും പ്രവർത്തിക്കുവാൻ പറ്റുക? പറയാതെ കേൾക്കലാണ് അനുസരണം എന്ന് ഒരിക്കലും മറക്കരുത്. ആകയാൽ ക്രിസ്തുവിനെ സേവിക്കുന്നവൻ ദൈവത്തെ പ്രീതിപ്പെടുത്തുന്നവനും മനുഷ്യന് കൊള്ളാവുന്നവനും ആയിരിക്കണം. നമസ്കാരം.